യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ക്രമീകൃതമായിട്ട് പഠിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവിന്റെ അന്ത്യമൊഴികൾ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ കണ്ടത്. 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ, ഈ അധ്യായങ്ങളോടെ ഈ സുവിശേഷം അവസാനിക്കുന്നു. യോഹന്നാൻ ആ നിലയിൽ കർത്താവിന്റെ ദൈവത്വത്തെക്കുറിച്ച് ഉള്ള പരാമർശം അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് 4 അധ്യായങ്ങളും കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ ക്രൂശീകരണവും 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുനരുദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതുമാണ് നാം കാണുന്നത്. അതുകൊണ്ട് ആ വിഷയങ്ങൾ അധികം വിശദീകരണം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ തുടർന്ന് മറ്റു വിഷയങ്ങളിലേക്ക് നമ്മൾക്ക് മൂവ് ചെയ്യുവാനായിട്ടും സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു വന്ന വിഷയം കർത്താവിന്റെ ഉപദേശം. യോഹന്നാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്ന ഉപദേശങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ പ്രായോഗിക ജീവിതം എങ്ങനെ ക്രമപ്പെടുത്താം എന്നത് സംബന്ധിച്ചാണ് നാം പഠിച്ചു വന്നത്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം, പിതാവിന്റെ കരങ്ങളിൽ അവരെ ഭരമേൽപ്പിച്ചിട്ട് അവരെ ലോകത്തിൽ അവരെ ആക്കിയിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് പിതാവേ, എൻ്റെ നാമത്തിൽ അവരെയൊക്കെ സൂക്ഷിക്കണം, കാത്തുകൊള്ളണം എന്നുള്ള പ്രാർത്ഥനയാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. കർത്താവ് തന്റെ ജനത്തോട്, കർത്താവിന് തന്റെ മക്കളോടുള്ള കരുതൽ അതെത്ര ആഴമായതാണ്, ഉന്നതമായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ആ പ്രാർത്ഥന മുഖാന്തരമാകുന്നു. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ ക്രൂശീകരണമല്ല, കർത്താവ് പിടിക്കപ്പെടുന്നു, അല്ലെ കർത്താവിനെ അവര് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ അതിന്റെ വിവിധ ചിത്രങ്ങൾ, അതിന്റെ വിവിധ രംഗങ്ങൾ നമ്മൾ കാണുന്നു. എന്നാൽ അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം പത്രോസ് അപ്പോസ്തലൻ കർത്താവിനെ തള്ളിപ്പറയുന്നതും കർത്താവ് പത്രോസിന് കൊടുക്കുന്ന യഥാസ്ഥാനത്തിന്റെ ക്രമീകരണവുമാണ്. അപ്പോൾ എല്ലാ അധ്യായത്തിലും യോഹന്നാൻ എഴുതി വരുമ്പോൾ വിശ്വാസികൾ ദൈവസ്നേഹം മനസ്സിലാക്കി അതിനോട് ചേർന്ന് നിൽക്കേണ്ട പ്രമാണങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ആത്മീക ഗുണപാഠങ്ങൾ പ്രത്യേകമായിട്ട് ചേർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസികളായി നമുക്കറിയാം, പത്രോസ് കർത്താവിനോട് കൂടെ നടന്ന് ഏറ്റവും ഉത്സാഹത്തോടെ കർത്താവിനെ പിൻപറ്റി നടന്ന ഒരു ശിഷ്യനാണ് പത്രോസ്. എന്നാൽ നിർണായക സമയത്ത് കർത്താവിനെ താൻ എനിക്ക് ഈ കർത്താവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ കർത്താവ് ആ വ്യക്തിയോട് ക്ഷമിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നു. ആ യഥാസ്ഥാനത്തോടു കൂടിയാണ് 21-ാം അധ്യായം 21-ാം അധ്യായം അവസാനിക്കുന്നത്. 18-ാം അധ്യായത്തിൽ പത്രോസ് കർത്താവിനെ തള്ളി പറയുന്നു. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി ശുശ്രൂഷ രംഗത്തേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് നൽകുന്ന ഒരു ഗുണപാഠം എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിനെ ത്യജിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു അനുവാദച്ചീട്ടല്ല, മറിച്ച് കർത്താവിൽ നാം എത്രത്തോളം വിശ്വസ്തരായിരിക്കണം എന്ന നിർദ്ദേശം നൽകുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകളും പാളിച്ചകളും നിമിത്തം കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിക്ക് മാറ്റം വരുന്നത് നമുക്കൊരു മടങ്ങി വരവിന് ദൈവം അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത്. നമ്മൾ ഇന്നത്തെ സമയത്തിനുള്ളിൽ ഈ 4 അധ്യായങ്ങളിലൂടെ പെട്ടെന്ന് സഞ്ചരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാവരും മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും വായിക്കുകയും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ ഓർക്കുകയൊക്കെ ചെയ്യുന്ന അധ്യായങ്ങളായതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാൽ ആ വിഷയത്തിലൂടെ ഒന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ഈ അധ്യായങ്ങളിലെ പരാമർശം എന്ന് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് പ്രതീക്ഷിക്കുന്നു. 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെയുള്ള വേദഭാഗത്ത് കർത്താവിനെ യൂദ ഒറ്റിക്കൊടുക്കുന്നതും കർത്താവ് പിടിക്കപ്പെടുന്നതുമായിരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് എല്ലാ സുവിശേഷങ്ങളിലും ഈ രംഗം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ മറ്റു സുവിശേഷങ്ങളിൽ യൂദ ചുംബനം കൊണ്ട് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നു, കർത്താവിനെ ചുംബിക്കുകയും ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക്, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് നസറായ യേശു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചിത്രമാണ് മറ്റു സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത്. എന്നാൽ യോഹന്നാൻ യൂദ ഒറ്റിക്കൊടുത്തതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. യേശുക്രിസ്തു ദൈവപുത്രനാണ്, യേശുക്രിസ്തു മരിക്കാൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ മരണത്തിനായിട്ട് തന്നെത്താൻ ജീവനെ അർപ്പിക്കാനായിട്ട് വന്നു എന്നുള്ള ആ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്നുകൊണ്ട് യോഹന്നാൻ എഴുതി വരുമ്പോൾ യൂദയ്ക്ക് അവിടെ പ്രത്യേക പ്രസക്തി ഒന്നുമില്ല. നമ്മൾ അതിൻ്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട്, യേശു പറഞ്ഞു, ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു, അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും
അവരോട് കൂടെ നിന്നിരുന്നു. അപ്പോൾ കർത്താവിനെ പിടിക്കുവാനായിട്ട് വലിയൊരു സൈന്യമായിട്ടാണ് ആളുകൾ വരുന്നത്. നമുക്കറിയാം കർത്താവിന്റെ കൂടെ ശിഷ്യന്മാരുണ്ട്, കർത്താവുണ്ട്. കർത്താവ് ദൈവപുത്രനാണെന്നുള്ള വിഷയം യൂദയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ നിന്ന് കർത്താവ് ഒരു കാരണവശാലും രക്ഷപ്പെടാത്ത നിലയിൽ ഒരു ഈ പട്ടാളക്കാരല്ലെ പോലീസ് കെട്ടിടമൊക്കെ വളഞ്ഞ് പ്രതിയെ പിടിക്കുന്നത് പോലെ നൂറുകണക്കിന് പടയാളികളും യഹൂദ മത നേതാക്കന്മാരും പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു സംഘം ഈ ഗത്സമന തോട്ടത്തിലേക്ക് കർത്താവിനെ പിടിക്കുവാനായിട്ട് വരികയാണ്. അവരുടെ കൂട്ടത്തിൽ മുമ്പിൽ യൂദയുണ്ട്. എന്നാൽ യോഹന്നാൻ യൂദ ചെയ്യുന്ന ആ ചുംബനത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്കറിയാം ഒരേ വിഷയം തന്നെ ഇന്നാണെങ്കിലും ഒരേ വിഷയം തന്നെ പലരും എഴുതുമ്പോൾ പല ആംഗിളിൽ നിന്നുകൊണ്ട് അവർക്ക് എഴുതുന്നതിന് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതിൽ നിന്നുകൊണ്ടാണ് എഴുതുക. അപ്പോൾ കർത്താവിന്റെ മനുഷ്യത്വം, കർത്താവിന്റെ ദാസ്യത്വം എന്നുള്ള ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാര് കർത്താവിനെ യൂദ ഒറ്റിക്കൊടുക്കുന്ന വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ കർത്താവിന്റെ ദൈവത്വം എന്നുള്ള വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് കർത്താവ് ഇവർക്ക് തന്നെത്താൻ ഏൽപ്പിക്കുന്നു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ള വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് നമ്മൾ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ മാഹാത്മ്യം വർദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, കർത്താവ് ദൈവപുത്രനായിരിക്കുന്ന കർത്താവ് നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ കർത്താവ് തന്റെ ദൈവിക അധികാരത്തെ നമ്മൾ ദൈവത്തോടുള്ള സമത്വം ഒഴിഞ്ഞു വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആ ദൈവിക പ്രതാപവും ദൈവിക മഹത്വവും ഉയർത്തി കാണിക്കാതെ ആ തന്നെ ഏൽപ്പിച്ചു കൊടുക്കല്ലേ. അതിന്റെ ആശയം യോഹന്നാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെ ഏൽപ്പിക്കുന്നില്ലായിരുന്നു എങ്കിൽ യൂദയുടെ ചുംബനം കൊണ്ട് പ്രത്യേകിച്ചൊന്നും അവിടെ സംഭവിക്കത്തില്ല. അതാണ് യോഹന്നാൻ പറഞ്ഞു വരുന്ന ആശയം. അപ്പോൾ ഇവിടെ കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ മാഹാത്മ്യം കർത്താവ് തന്നെ ഏൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ അതിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നമ്മൾ ഈ കർത്താവ് ഗത്സമന തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ഈ പടയാളികളെല്ലാം വരുന്ന രംഗം നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കടത്തി വിട്ടാലാണ് നമുക്ക് ഇതിന്റെ ശരിയായ ചിത്രം നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ആ തോട്ടത്തെ മുഴുവൻ വളയത്തക്ക നിലയിൽ ഒരു സൈന്യം അവിടെ വന്നിരിക്കുക. ആരാണ് നസറനായ യേശു എന്നത് ചോദിക്കുന്നുണ്ട് എങ്കിലും യൂദ ഓൾറെഡി അവിടെ വന്ന് ചുംബിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം കർത്താവ് തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തേക്ക് ചെന്നു, അല്ലെങ്കിൽ അവരുടെ അടുക്കിലേക്ക് ചെന്നു. ഇവര് പ്രതീക്ഷിക്കുന്ന കർത്താവ് പലപ്പോഴും അവരെ ഒഴിഞ്ഞു പോയതായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ കണ്ടു. എന്നാൽ ഇവിടെ കർത്താവ് ഓൾറെഡി പറഞ്ഞു എന്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. തനിക്ക് സംഭവിക്കാനുള്ളത് അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസറനായ യേശുവിനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ ഞാൻ തന്നെ, കർത്താവിന്റെ 7 അവകാശവാദങ്ങളെ കുറിച്ചും യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യേശു കർത്താവ് ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന യേശു എന്ന് പറഞ്ഞു. ഇതിലൊരിക്കലും ഈ ഒരു രംഗം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ശബ്ദത്തിന് മുമ്പിൽ പിൻവാങ്ങി വീഴുവാനായിട്ട് ഇടയാകുന്നത്. കാരണം ആ ക്ലെയിം, അതിന്റെ അവകാശത്തിലെ അല്ലെ ഞാനാകുന്നു എന്ന വാക്കിന്റെ ശബ്ദത്തിന് മുമ്പാകെ അവരവിടെ വീഴുവാനായിട്ട്, വണങ്ങുവാനായിട്ട്, അല്ലെങ്കിൽ അടിപതറുവാനായിട്ട് ഇടയാകുന്നു എന്നുള്ള വിഷയം നമുക്ക് കാണുവാനായിട്ട്. കർത്താവ് 2 പ്രാവശ്യം അവരോട് ചോദിക്കുന്നു. 7-ാം വാക്യത്തിലും നിങ്ങൾ ആരെ തിരയുന്നു, എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ 8-ാം വാക്യത്തിന്റെ അവസാന ഭാഗം അവർ പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യമാണ് ആ വാക്യത്തിന്റെ സ്ട്രെസ് എന്ന് പറയുന്നത് 9-ാം വാക്യം. നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. നമ്മൾ ഈ രംഗം മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുരുക്കുളയിൽ ഒരു വിഷയം 12 ശിഷ്യന്മാരും 11 പേരേ ഉള്ളൂ. യൂദ എതിർപക്ഷത്ത് നിൽക്കുകയാണ്. 11 ശിഷ്യന്മാരും കർത്താവും ഗത്സമന തോട്ടത്തിൽ നിൽക്കുമ്പോൾ വലിയൊരു സൈന്യം, 100 കണക്കിന് ആളുകൾ, മതപുരോഹിതന്മാര്, റോമൻ പടയാളികള്, ഒരു വിധത്തിലും ഇവരാരും രക്ഷപ്പെടരുത് എന്നുള്ള ലക്ഷ്യത്തിലാണ് അവിടെ വരുന്നത്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്യുന്നത് നസറനായ യേശുവിലാണ്. പക്ഷെ നമ്മൾ ഏത് അഡ്വഞ്ചർ നമ്മൾ പരിശോധിച്ചാലും, അല്ലെങ്കിൽ ഏത് പട്ടാള ക്യാമ്പയിൻ നമ്മൾ പരിശോധിച്ചാലും, അവരെ വളയുമ്പോൾ നമുക്ക് ഇവരെ ഒരു മതഭേദക്കാർ എന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത്. കർത്താവിന്റെ ശിഷ്യന്മാരെയും മതഭേദക്കാർ എന്ന അപ്പസ്തോല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ മതഭേദം ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെ ഒരുമിച്ച് ഒരു കുടക്കീഴ് കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വെറുതെ വിടത്തില്ല, അവരെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്യും. എന്നാൽ ഇവിടെ കർത്താവ് ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം, നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പിതാവിനോട് കർത്താവ് 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ച ആ വാക്യത്തിന്റെ നിവൃത്തിയായിട്ട് ഇവിടെ പറയുന്ന ഒരു വിഷയം, എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പോകട്ടെ. സ്വാഭാവികമായിട്ടും ഈ കർത്താവിന്റെ ഈ ഒരു പ്രതികരണം, കർത്താവ് ഇവരെ പിടിക്കുവാനായിട്ട് വന്നു കഴിയുമ്പോൾ
തന്നെത്താൻ കർത്താവ് അവർക്ക് ഞാനാണ് നിങ്ങൾ തിരയുന്ന യേശു എന്ന് പറഞ്ഞ് അവരൊരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. റോമൻ പടയാളികളും പ്രതീക്ഷിക്കുന്നില്ല, ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഈവൻ യൂദ പോലും അത് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചുംബനം കൊണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് യൂദ മുമ്പിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കർത്താവ് ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിന്റെ മുമ്പിൽ ഇവര് പതറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് അവിടെ ചെയ്യുന്ന ഒരു പ്രത്യേകത, തന്റെ ശിഷ്യന്മാരെ കർത്താവ് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ സൂക്ഷിപ്പിലുള്ള ഒരു അപകടമാണ് തൊട്ടടുത്ത വാക്യത്തിൽ യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തി വയ്ക്കുന്നത്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതുകാത് അറുത്ത് കളഞ്ഞു. നമ്മളിത് വായിക്കുമ്പോൾ ഒരു ഡ്രാമ വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു കഥ വായിക്കുന്ന പോലെ പത്രോസ് വെട്ടി ചെവി മുറിഞ്ഞു, കർത്താവ് ഫിറ്റ് ചെയ്ത് കൊടുത്തു എന്നും പറഞ്ഞ് നമ്മൾ അത് അങ്ങനെ വിടുക. നമ്മൾ ആ രംഗം ഒന്ന് ശരിക്കും മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഈ കർത്താവ് ഇവർക്കൊരുക്കിയ സംരക്ഷണത്തെ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയുന്ന പ്രവൃത്തിയാണ് പത്രോസിന്റെ കയ്യിൽ നിന്നുണ്ടായതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പത്രോസ് വെട്ടിയത് മഹാപുരോഹിതന്റെ ചേവകന്റെ അല്ലെങ്കിൽ ദാസന്റെ തലയ്ക്കാണ് വെട്ടിയത്, മുറിഞ്ഞത് കഴുത്താണ്, ചെവിയാണ്. അപ്പോൾ ഈ ചെവി മുറിയുന്നത് കൊണ്ട് നമ്മൾ മരണം സംഭവിച്ചില്ല, പക്ഷെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊന്ന് നമ്മൾ വേറൊരു നിലയിലേക്ക് ചിന്തിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു മിലിറ്ററി ഓപ്പറേഷന്റെ സാഹചര്യം നമ്മൾ ഡൽഹിയിൽ ജെൻസിയുടെ ഒക്കെ പ്രോഗ്രാം കണ്ടപ്പോൾ നമ്മൾ എങ്ങനെയാണ് പോലീസുകാർ ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ അക്രമാസക്തര വരുന്ന ഒരു പോലീസ് സൈന്യത്തിൽ അവരിൽ ഒരാളുടെ കഴുത്തിന് വെട്ടേറ്റു അല്ലെ ചെവിക്ക് വെട്ടേറ്റു എന്ന് കേൾക്കുമ്പോൾ അവരെങ്ങനെയാ പ്രതികരിക്കുക? എന്നാൽ കർത്താവ് അതിനൊരു അവസരം കൊടുക്കാതെ ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്തു? ആ ഭൃത്യന്റെ കാത് അറുത്തു. എന്ന് പറഞ്ഞാൽ ഹയർ ഗ്രേഡിലുള്ള കമാൻഡേഴ്സിന് അല്ലെങ്കിൽ ശതാധിപന്മാർക്ക് അല്ലെങ്കിൽ സഹസ്രാധിപന്മാരുടെ അടുക്കൽ പത്രോസ് നമ്മുടെ ആളുടെ തലയ്ക്ക് വെട്ടി എന്ന് കേട്ടാൽ ഉടനെ ഈ 11 പേരെയും കർത്താവിനെ അവിടെ വെച്ച് തന്നെ അവർ ഫിനിഷ് ചെയ്യും. കാരണം അവർ അക്രമാസക്തരായിട്ട് വാളും വടിയും ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത്, കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് വരുന്നത്. എന്നാൽ ആ ഒരു നിമിഷത്തിൽ കർത്താവ് അവന് സൗഖ്യം കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് ദ്രോഹം ചെയ്തു എന്ന് പറയുവാനായിട്ട് ഒരു അവസരമില്ലാതെ കർത്താവ് ആ പശ്ചാത്തലത്തെ, ആ സാഹചര്യത്തെ വളരെ ശാന്തമായി കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊന്നും കടന്ന് മുന്നോട്ട് ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിക്കാൻ നല്ലതാണ്. കാരണം പത്രോസ് ചെയ്ത ഒരു വീരകർമ്മമൊന്നും അല്ല. പത്രോസ് രണ്ടുപേരും വാളെടുത്താലൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വാള് എന്തിനാണെന്ന് പത്രോസിന് ഇപ്പൊ കൃത്യമായിട്ട് എടുത്തില്ല. വന്നു എടുത്തിട്ട് വെട്ടി, മുക്കുവൻ വാളെടുത്ത് വെട്ടിയാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ യോഹന്നാൻ ഈ കാര്യം എടുത്ത് പറയുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. കർത്താവ് പറയാണ് വാൾ ഉറയിലിടുക. അടുത്ത വാക്ക് വാളെടുക്കുന്നവൻ വാളാൽ എന്ന് തന്നെ കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാൾ ഉറയിലിടുക, എനിക്ക് പിതാവ് തന്നിരിക്കുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടി എന്ന് പറഞ്ഞു. അത് പത്രോസ് ചെയ്യുവാനായിട്ടുള്ള കാരണം പത്രോസിന് കർത്താവിനോട് ഉണ്ടായിരുന്ന സ്നേഹം, അതിന്റെ ആഴം നിമിത്തമാണ് പത്രോസ് അങ്ങനെ തന്റെ ഗുരുവിനെ ആളുകൾ പിടിക്കാനായിട്ട് പോകുന്നു എന്നുള്ള സ്വയ സംരക്ഷണത്തിന് വേണ്ടി ഒരു കാര്യം താൻ ചെയ്തു പോയതാ. എന്നാൽ അത് മനസ്സിലാക്കിയാണ് കർത്താവ് പത്രോസിനോട് ഇടപെടുന്നത്. പത്രോസെ, നീ വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടത്. എത്രയോ മൃദുവായിട്ട്, എത്രയോ ഹൃദ്യമായിട്ടാണ് പത്രോസ്. എന്നാൽ ഈ നമുക്ക് മനസ്സിലാക്കുന്ന വിഷയം നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ ചിന്തിച്ചു വന്നു. നമ്മുടെയൊക്കെ അവസ്ഥ ഈ ശിഷ്യന്മാർക്ക്, ഇവർക്ക് ഈ കർത്താവ് പറയുന്ന വാക്കൊന്നും അതുപോലെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കർത്താവ് ആ കാര്യങ്ങളെ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകത്തക്ക നിലയിൽ ഈ അന്ത്യ നിമിഷങ്ങളിൽ, നമുക്കറിയാം ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് മുമ്പിലുള്ളത്, കർത്താവ് അവരുടെ കയ്യിൽ പിടിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പത്രോസിനോട് കർത്താവ് വീണ്ടും പറയുന്നു, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാണ്. ഇതിനു മുമ്പുള്ള കർത്താവ് ഗെത്സമനെ തോട്ടത്തിലെ പ്രാർത്ഥനയിലും കർത്താവ് ഇത് തന്നെ പറയുന്നുണ്ട്, പിതാവ് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്രൂശ് മരണത്തിലേക്ക് ശ്രദ്ധ നമ്മൾ തിരിക്കുമ്പോൾ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒരു കേവലം ഒരു ഭംഗിയായിട്ട് ഈ വിഷയങ്ങളെ നമ്മൾ വായിച്ചു പോകാതെ, ചിലർ ദുഃഖഭാവത്തോടെ വായിക്കും, ചിലർ ഒറിജിനൽ ദുഃഖത്തോടെ വായിക്കും. എന്നാൽ കർത്താവ് ആ സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നതിലെ ദൈവിക പദ്ധതി, കർത്താവ് ആ ഒരു പക്വതയോടെ, ആ ഒരു ലക്ഷ്യത്തോടെ, സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നു എന്നുള്ള ആ പൂർണ്ണ ബോധ്യത്തോടും സമർപ്പണത്തോടും സന്തോഷത്തോടും കൂടിയാണ് കർത്താവ് തന്നെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ആ ഏൽപ്പിക്കുമ്പോൾ തന്നെ തന്റെ ശിഷ്യന്മാരെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട്, സംരക്ഷിക്കുവാനായിട്ട് കർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം പത്രോസിനെ കുറിച്ചൊക്കെ പിന്നീട് ദൈവത്തിനുള്ള പദ്ധതി വളരെ വിപുലമാണ്, അതൊന്നും ഇവിടെ വ്യക്തമല്ല. എന്നാൽ ഇവിടെ ഈ സമയത്ത് പിതാവിന്റെ കരങ്ങളിൽ പ്രാർത്ഥിച്ച് ഫലമേൽപ്പിച്ച ശിഷ്യന്മാർക്ക് കർത്താവിന്റെ അന്ത്യശ്വാസം വരെയും
കർത്താവ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുന്ന വാക്യങ്ങളിൽ നമ്മൾ 12 തൊട്ട് വായിക്കുമ്പോൾ കർത്താവിനെ മഹാപുരോഹിതനായ ഹന്നാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ നമ്മൾ 24 വാക്യത്തിൽ വരുമ്പോൾ കയ്യഫാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പ്രധാനമായിട്ടും 3 കോടതിയാണ്. ഈ രണ്ടുപേര് റിലീജിയസ് ആണ്, ഹന്നാവും കയ്യഫാവും, രണ്ടുപേരും മഹാപുരോഹിതന്മാരാണ്. ഇവരുടെ മുമ്പിൽ കൊണ്ടുപോയി വിസ്തരിച്ചിട്ട് ഇവർക്ക് ഒരു കുറ്റവും കർത്താവിൽ മതപരമായി യഹൂദ ന്യായപ്രമാണ പ്രകാരം ഒരു കുറ്റവും ഇവർക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇവർക്ക് ആകെപ്പാടെ ഇതിനു മുമ്പ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ദൈവപുത്രനാണെന്ന് അവകാശപ്പെടുന്നു, യഹൂദന്മാരുടെ രാജാവാണെന്ന് അവകാശപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ 2 സാഹചര്യങ്ങളിലും എന്താ സംഭവിക്കുന്നത്? ഇവർക്ക് കുറ്റം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ അതിന്റെ 19 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മഹാപുരോഹിതൻ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മഹാപുരോഹിതൻ യേശുവിനോട് അവന്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. ഒരു ന്യായാധിപൻ ഈ മഹാപുരോഹിതൻ, അതായത് ഹന്നാവും കയ്യഫാവും, ഈ 2 മഹാപുരോഹിതന്മാരും കർത്താവിനെതിരെ അവരുടെ ശുശ്രൂഷ രംഗത്ത് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ആളുകളാണ്. എന്നാൽ ഒരു ന്യായാധിപതിയായിട്ട് നിൽക്കുമ്പോൾ ഈ മഹാപുരോഹിതൻ, ഈ ഹന്നാവ്, അതായത് കയ്യഫാവിന്റെ അമ്മാവിയപ്പൻ, യോഹന്നാൻ അത് കൃത്യമായിട്ട് പറയാം, കയ്യഫാവാണ് 14 വാക്യത്തില് കയ്യഫാവാണ് ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് പറഞ്ഞ മഹാപുരോഹിതൻ. അപ്പോൾ യോഹന്നാൻ നമുക്കിത് വായിച്ചു വരുമ്പോൾ ഈ രംഗം, അതായത് കർത്താവിനെ പിടിക്കപ്പെടുന്ന രംഗം വ്യക്തമായി മനസ്സിലാകത്തക്ക നിലയിൽ പറഞ്ഞു വരികയാണ്. ഈ ഹന്നാവ് കയ്യഫാവിന്റെ അടുക്കലേക്കാണ് കർത്താവിനെ കൊണ്ടുപോകുന്നത്. എന്നാൽ കർത്താവിനോട് ഒരു ന്യായാധിപൻ എന്നുള്ളതിൽ ഉപദേശത്തെക്കുറിച്ചും ശിഷ്യന്മാരെയും കുറിച്ചും ചോദിച്ചു. എന്നാൽ ദോഷമായിട്ടൊന്നും കണ്ടെത്തുവാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. പിന്നീട് കയ്യഫാവിന്റെ അടുക്കൽ കൊണ്ടുപോയി അതിനുശേഷം പീലാത്തോസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക്. അപ്പൊ മതപരമായിട്ടുള്ള കർത്താവിന്റെ വിസ്താരം കഴിഞ്ഞു. പിന്നീട് റോമൻ നിയമം അല്ലെങ്കിൽ രാജ്യ നിയമപ്രകാരം കർത്താവിനെ വിസ്തരിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ 31 വാക്യത്തിൽ വരുമ്പോൾ പീലാത്തോസ് അവരോട് പറയുന്നൊരു വാക്കുണ്ട്. ഈ കൊണ്ടുവന്നിരിക്കുന്ന ആൾ യഹൂദനാണ്, അദ്ദേഹം നിങ്ങളുടെ രാജാവാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് റോമൻ സിസ്റ്റത്തിന്റെ കീഴിൽ വരുന്ന ഒരു വിഷയമല്ല. നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം അവരെ വിസ്തരിപ്പിൻ. നിങ്ങളുടെ നിയമപ്രകാരം, നിങ്ങളുടെ മത നിയമപ്രകാരം അവനെ വിധിപ്പിൻ എന്ന് പറയുമ്പോൾ അവർ മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ല. അപ്പൊ കർത്താവ് തനിക്ക് സംഭവിക്കാനുള്ള വിഷയങ്ങൾ അറിയുന്നു എന്ന് പറയുമ്പോൾ ഈ മരണത്തിലേക്ക് കർത്താവ് അറിഞ്ഞുകൊണ്ട് ചുവടുകൾ വയ്ക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിനകത്ത് ഏറ്റവും പ്രത്യേകമായ വിഷയം 35 വാക്യത്തിൽ വരുമ്പോൾ പീലാത്തോസ് പറഞ്ഞു, നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ അടുക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. പീലാത്തോസ് ഈ വിഷയങ്ങൾ പറഞ്ഞ് കർത്താവിനെ കുറിച്ചുള്ള പരിശോധന വിസ്താരത്തില് ഒരു കുറ്റവും പീലാത്തോസിന് കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ പീലാത്തോസ് ശരിക്കും ചെകുത്താനും കടലിനും ഇടയ്ക്കായിട്ടൊരു അവസ്ഥയിലാണ്. ഒരു വശത്ത് യഹൂദ മത പുരോഹിതന്മാർ, അവരാണ് ഭൂരിഭാഗം ജനങ്ങൾ, അവരാണ് യേശുവിനെ കൊടുക്കുന്നത്, അവര് മത മേലധ്യക്ഷന്മാരാണ്. ഇദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്. ഈ 2 വിഷയങ്ങളോട് വന്ന് രാഷ്ട്രത്തിന്റെ നിയമപ്രകാരം യേശു ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മതമേലധ്യക്ഷന്മാർ യേശുവിനെ ക്രൂശിക്കണമെന്ന് പറയുന്നു. ഇതിന് 2-നും മുമ്പിൽ ഞെരുങ്ങി ഇദ്ദേഹം ഒരു പഴുത് കണ്ടെത്തുക. അതാണ് 19 അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ. 19 അധ്യായത്തിലേക്ക് താൻ വരുമ്പോൾ കർത്താവിനെ അടിപ്പിച്ച് വിടുവാനായിട്ട് താൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ കർത്താവിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കൊണ്ട്, ക്രൂരമായി അടിക്കുന്നത് കൊണ്ട് കൊലക്കുറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ കൊലപാതകത്തിൽ നിന്ന് യേശുവിനെ ക്രൂശിക്കുന്നതിൽ നിന്ന് വിടുവിക്കാമെന്ന് പീലാത്തോസ് ചിന്തിക്കുകയാണ്. അത് മാനുഷിക ചിന്തയാണ്. എന്നാൽ കർത്താവ് രംഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്നെ ഇവർക്ക് മുമ്പിൽ ഏൽപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പീലാത്തോസ് 4 വാക്യത്തിൽ വരുമ്പോൾ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിന് ആവർത്തിച്ച് പറയുവാനായിട്ടുണ്ടായിരുന്ന ഒരു വിഷയം, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം ഇവനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് നമ്മൾ ഇതൊക്കെയും കൂടുതൽ ആവർത്തിച്ച് വായിക്കുന്ന വിഷയമായതുകൊണ്ട് അതിലേക്ക് ഒത്തിരി വിശാലമായിട്ട് പോകുവാനായിട്ട് നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഇതിനകത്ത് പ്രായോഗിക തലം എന്ന് പറയുന്നത് കർത്താവ് ക്രൂശിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങളിലും എന്ന് പറഞ്ഞാൽ കർത്താവ് വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും, കർത്താവിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവത്തിലും പിതാവിന്റെ ഹിതം അവിടെ നിറവേറ്റപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. അത് ഓരോ പ്രവചനങ്ങളുടെയും നിവൃത്തി പടിപടിയായിട്ട് നിറവേറുന്നതായിട്ട് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു. ശിഷ്യന്മാരോടുള്ള ബന്ധത്തില്, കർത്താവിനോടുള്ള ബന്ധത്തില് ഇങ്ങനെ ഓരോ വിഷയങ്ങളും നിറവേറിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിനെ അവര് ക്രൂശിക്കുവാനായിട്ട് നമ്മൾ 19 അധ്യായം ഈ 19 അധ്യായം 14 വാക്യം, അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6 മണി നേരമായിരുന്നു.
യോഹന്നാൻ ഈ വാക്കൊക്കെ പറയുമ്പോൾ അതിന് വളരെ ആശയമുണ്ട്. യോഹന്നാൻ കിദ്രോൻ തോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും ഗദസമന തോട്ടത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ കിദ്രോൻ തോട്ടിനാണ് യോഹന്നാൻ ഊന്നൽ കൊടുക്കുന്നത്. ഈ കിദ്രോൻ തോട്ടം എന്ന് പറഞ്ഞാൽ യെരൂശലേം ദേവാലയത്തോട് ചേർന്ന് പോകുന്ന ഒരു തോടാണ്. പെസഹയോടുള്ള ബന്ധത്തിൽ യാഗാർപ്പണം നടക്കുമ്പോൾ ആ യാഗമൃഗങ്ങളുടെ രക്തം പകർന്നപ്പെട്ടു പോകുന്ന, ഒഴുകിപ്പോകുന്ന, അല്ലെങ്കിൽ ശുദ്ധീകരണ രക്തങ്ങൾ അല്ലെങ്കിൽ കഴുകപ്പെടുന്ന രക്തമൊക്കെ ഒഴുകിപ്പോകുന്ന ഈ നദിയിലൂടെയാണ്. അപ്പോൾ ഈ തോട്ടിന് അക്കരത്തേക്ക് കർത്താവ് നടക്കുന്നു എന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള ആശയമാണ് ഈ യോഹന്നാൻ പറയുന്നത്, പെസഹ കുഞ്ഞാട് എന്നുള്ള ആശയം ഈ അനുവാചകരുടെ ഹൃദയത്തിലേക്ക് വരാൻ വേണ്ടി യോഹന്നാൻ അത്രയും വ്യക്തമായ ഒരു ചിത്രം അവിടെ കൊണ്ടുവരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പം യോഹന്നാൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം, യോഹന്നാൻ ഏത് വിഷയമാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് അത് വായിക്കുന്ന വ്യക്തികളും ചേർന്ന് വരണം. അപ്പോൾ അങ്ങനെ 19-ാം അധ്യായത്തിൽ പെസഹയുടെ ഒരുക്ക നാളായിരുന്നു എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് പെസഹ ആചരിക്കേണ്ടത്. മിസ്രൈമിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചുള്ള ഓർമ്മയാണ് പെസഹ എന്ന് നമുക്കറിയാം. മിസ്രൈമി അടിമത്വത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ അടിമത്വത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാനായിട്ട് വീണ്ടെടുപ്പ് യാഗമായി, പ്രായശ്ചിത്ത യാഗമായി പെസഹ കുഞ്ഞാട് വരുന്ന ആ രംഗം കൃത്യമായി യോഹന്നാൻ പറയുകയാണ് പെസഹയുടെ ഒരുക്കനാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് പെസഹ കുഞ്ഞാടായിട്ട് യാഗമാക്കപ്പെടുവാനായിട്ട് പോകുന്നു. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയ പ്രാധാന്യമൊന്നും തോന്നത്തില്ല. എന്നാൽ ഒരു യഹൂദൻ ഈ വാക്ക് വായിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ കടന്നു പോകുന്ന വലിയൊരു ചിത്രമുണ്ട്. മിസ്രൈമി അടിമത്വത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്നത് അന്ന് രാത്രികാലം അവിടെ അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടി അതിനുള്ളിൽ സുരക്ഷിതരായിരിക്കുന്ന ഇസ്രായേൽ ജനം. എന്നാൽ അവരുടെ ഇടയിലും ആ വാക്ക് വിശ്വസിക്കാതെ സംഹാരദൂതന്റെ ആക്രമണത്തിൽ അകപ്പെട്ടു പോയ ആളുകളുമുണ്ട്. എന്നാൽ അവിടെ വിശ്വസിക്കുന്ന ആളുകൾ ആ വിടുതലിന്റെ മാഹാത്മ്യം, യോഹന്നാൻ അത് ശരിയായ നിലയിൽ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പെസഹ കുഞ്ഞാടാണ് എന്ന് പറഞ്ഞു വന്നിട്ട് 19-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ആ പെസഹ കുഞ്ഞാട് യാഗമായി യാഗപീഠമാകുന്ന ക്രൂശിങ്കിലേക്ക് കരേറി പോകുന്നു എന്നുള്ള ചിത്രം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഇത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു ഹൃദ്യമായിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതം അല്പം പിൻവാങ്ങി പോകാനും ക്ഷീണിച്ചു പോകാനും മടുത്തു പോകാനും ഒക്കെ കാരണം നമ്മുടെ വീണ്ടെടുപ്പിന്റെ മാഹാത്മ്യം നമ്മൾ മറക്കുന്നു. അത് ഒരു വശം. എന്നാൽ നമ്മുടെ വീണ്ടെടുപ്പിന് മുഖാന്തരമായി തീർന്ന കർത്താവിന്റെ കഷ്ടാനുഭവം അത് ഞായറാഴ്ച രാവിലെ കർത്തൃമേശയുടെ സമയത്ത് മാത്രം ഓർക്കേണ്ട ഒരു വിഷയമല്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട വിഷയം ക്രൂശൻ ചുമന്ന് രക്തം മുഴുവനും വാർന്ന് ശരീരം മുഴുവൻ അടിച്ചു കീറപ്പെട്ട് പോകുന്ന ഒരു കർത്താവിനെയാണ്. ആ പെസഹ കുഞ്ഞാട് തോലൊരിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ അതേ അവസ്ഥയിലാണ്. പീലാത്തോസ് എന്താ ചെയ്തത്? 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ ക്രൂരമായി റോമൻ പടയാളികൾ കർത്താവിനെ അടിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു, മാംസമൊക്കെയും പറഞ്ഞു പോയി, അസ്ഥികളൊക്കെ ബന്ധം വിട്ടു. നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിന്റെ ഭയാനകത അറിയത്തില്ല. എന്നാൽ മാംസമൊക്കെയും ഈ രക്തമൊക്കെയും വാർന്ന്, രക്തമൊക്കെ നമുക്കറിയാം, ഈ കന്നുകാലിയൊക്കെ കൊല്ലുന്നിടത്ത് പോയാൽ അറിയാം, അറുക്കപ്പെട്ട കന്നുകാലിയുടെ രക്തം അതിന്റെ തൊലിയിലൊക്കെ ഉടങ്ങി പിടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക രംഗമുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു മനുഷ്യ ശരീരം അടിച്ചു കീറപ്പെട്ട ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ യാഗപീഠത്തിൽ കിടക്കുന്ന ആട്ടിൻ പൊട്ടിന്റെ അതേ പെസഹ കുഞ്ഞാടിന്റെ അതേ ചിത്രം മുന്നിൽ തെളിയുക. ഇത് യോഹന്നാൻ വ്യക്തമായ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവഭക്തി നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഈ ചിത്രത്തെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കാണണം. നമ്മുടെ കർത്താവ് ക്രൂശിതനായിട്ട് കിടക്കുന്ന ആ രംഗം കത്തോലിക്ക പള്ളിയിലും യാക്കോബ് പള്ളിയിലും കിടക്കുന്ന കുരിശിത രൂപമല്ല. കർത്താവ് വാസ്തവമായി പെസഹ കുഞ്ഞാടായി ജീവനോടെ, മരണത്തോട് മല്ലരുന്ന ജീവനോടെയാണ് ആ കുഞ്ഞാട് ആ കാൽവരി കുരിശിലേക്ക് സഞ്ചരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ രക്തമൊക്കെയും വാർന്നു നിൽക്കുന്ന ഒരു ഭയാനകമായ അവസ്ഥ. എന്നാൽ കർത്താവ് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ യാതൊരു ഭാരവും പ്രയാസവും ഉണ്ടായിരുന്നില്ല. ദൈവാത്മാവിനാൽ യാഗമായിട്ട് അർപ്പിക്കപ്പെടുവാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാണന്റെ വീണ്ടെടുപ്പിന് ആ ഒരു സന്തോഷം നമ്മുടെ എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളത് വായിച്ചങ്ങ് വിടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ക്രൂശും വഹിച്ച് യെരൂശലേം തെരുവീതിയിലൂടെ കർത്താവ് നടന്നു പോകുമ്പോൾ നമുക്കറിയാം വിജനമായ സ്ഥലത്തേക്ക് കർത്താവ് പോകുന്നത്. കാൽവറി എന്ന് പറയുന്നത് അവിടെ കൊലക്കളമാണ്. അവിടെ ആരും എപ്പോഴും സെമിത്തേരിലൊന്നും നമ്മൾ എപ്പോഴും പോകാറില്ല, അല്ലെങ്കിൽ മരിക്കുമ്പോഴാണ് പോകുന്നത്. എന്നാൽ ഈ കണ്ട ജനം മുഴുവനും കർത്താവിനെ ക്രൂശിക്കുവാൻ വേണ്ടി, കൊല്ലുവാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. അല്ലാത്തപ്പോൾ അവിടെ ആരും പോകാറില്ല.
അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് നടന്നു പോകുമ്പോൾ ആ അപമാനം, കർത്താവ് ആരെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ച് കർത്താവിനെ ആരാധിച്ച ഒരു കൂട്ടർ അവിടെ നിൽക്കുമ്പോൾ മറുവശത്ത് ഇവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന വലിയൊരു കൂട്ടം. ആ രംഗത്തുകൂടെ കർത്താവ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ, രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ടവനായിരിക്കുന്ന കർത്താവ് അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ നമുക്കറിയാം, ഒരാൾ നമ്മളെ അപമാനിച്ചാൽ നമ്മൾ എത്രത്തോളം ഇൻസൾട്ടാണ്, നമ്മൾ എത്രത്തോളം ഹർട്ടാകും. തിരിച്ചൊരു പ്രതികാരം ചെയ്യുന്നത് വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ കർത്താവ്, നമ്മൾ വായിക്കുന്ന സുവിശേഷങ്ങളെല്ലാം പറയുന്നത്, ഇവനെ കർത്താവിനെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ട് മറുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ല. യെശയ്യാ 53 അധ്യായത്തിലും അതേ വിഷയം പറഞ്ഞു. മറുത്തൊരു വാക്ക് പോലും പറയാതെ എല്ലാം സഹിച്ചു. ആ സഹനത്തിന് പിന്നിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ കണ്ണിന് മുമ്പിൽ, കർത്താവിന്റെ ദൃഷ്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് കാരണമായിരിക്കുന്ന വിഷയം. ആ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് ലാസ്റ്റ് നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ 19 25 വാക്യത്തിൽ വരുമ്പോൾ മറിയയെ യോഹന്നാനെ ഏൽപ്പിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ സംരക്ഷണത്തിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് വ്യക്തികൾക്കും ഒരു സംരക്ഷണം ഒരുക്കി കർത്താവ് മുന്നോട്ട് പോകുന്നു. 28 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇതാ സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തിരുവെട്ട് നിവൃത്തിയാകുമ്പോഴും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കർത്താവിന് അറിവില്ലാതിരുന്നു എന്നുള്ള ആശയമല്ല. നമ്മളെപ്പോഴും യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളതാണ് യോഹന്നാൻ മുറുകെ പിടിക്കുന്ന വിഷയം. എന്നാൽ ദൈവിക രക്ഷാ പദ്ധതിയിൽ, താൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു വന്നിരിക്കുന്ന ദൈവിക രക്ഷാ പദ്ധതിയിൽ അവസാനത്തെ കാര്യം കൂടെ നിറവേറപ്പെടുവാനായിട്ട് പോവുകയാണ്. ലാസ്റ്റ് കാര്യം, അവസാനം മറിയയെ യോഹന്നാനെ ഏൽപ്പിക്കുന്ന ആ കാര്യം കൂടെ കഴിഞ്ഞതിന് ശേഷം എന്ത് പറയുക, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും കർത്താവ് തന്റെ ജീവിതത്തിലൂടെ വ്യക്തമായിട്ട് കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ കാണുന്നത്, കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനെ വിട്ടുപോയി. നമ്മൾ അതിന്റെ 38 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ കർത്താവിൽ നിന്ന് അകന്നു. കാരണം അവർ ഭയപ്പെട്ടു പോയി, നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ മുൻപ് ഭയപ്പെട്ടിരുന്ന 2 പേര് പുറത്തേക്ക് വരിക. ഒന്ന് അരിമത്യയിലെ യോസേഫും, 2 നിക്കോദേമോസും. യോഹന്നാൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 39 വാക്യത്തില്. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദേമോസ്. ഈ നിക്കോദേമോസിനെ നമ്മൾ പിന്നീട് എവിടെ അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. ഈ കർത്താവിന്റെ ഒരു രഹസ്യ ശിഷ്യനായിട്ട് കർത്താവിന്റെ പ്രവൃത്തികളും ഉപദേശമൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് താൻ നിന്നു. എന്നാൽ തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ഒരു അവസരം വരുമ്പോൾ താൻ മടിച്ചു നിൽക്കാതെ ഒരുക്കപ്പെട്ട സുഗന്ധദ്രവ്യവുമായിട്ട് കർത്താവിന്റെ ശരീരം അടക്കുവാനായിട്ട് തന്നിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ വന്ന സാഹചര്യവും വിശ്വാസത്തിൽ ജീവിക്കുന്ന സാഹചര്യവും മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ വ്യത്യസ്തമാണ്. എന്നാൽ ഏതു സാഹചര്യത്തിലായാലും നമ്മൾ കർത്താവിനെ മാനിക്കുമ്പോൾ കർത്താവ് നമ്മളെ മാനിക്കും എന്നുള്ള വാക്യമാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവിന്റെ മരണത്തിങ്കൽ രഹസ്യ ശിഷ്യനായിരുന്ന നിക്കോദേമോസും അരിമത്യയിലെ യോസേഫും 2 പേരും ധൈര്യത്തോടെ മുന്നോട്ട് വന്ന തങ്ങൾ ക്രിസ്തുവിൽ തങ്ങൾക്കുള്ള ആ ബോധ്യം, യഹൂദന്മാരുടെ കാഴ്ചപ്പാട് പ്രകാരം ആ ബോഡി അടക്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അടക്കപ്പെട്ടാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. കാരണം ഓൾറെഡി ഇവര് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്, ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈ ചതിയൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മുദ്ര വെക്കണം എന്ന് പറയുന്നുണ്ട്. അവരുടെ കൺസെപ്റ്റ് എത്ര, അപ്പൊ അടക്കപ്പെടാതിരിക്കുന്നത് തന്നെ അവർക്ക് ബെറ്റർ. പക്ഷെ ഇവിടെ ഇവര് 2 പേരും വന്ന് ഏറ്റവും പുതിയൊരു കല്ലറയിലേക്ക് കർത്താവിനെ കൊണ്ടുവന്ന് സുഗന്ധ വർഗമിട്ട് യഹൂദ ആചാരപ്രകാരം ഏറ്റവും മാന്യമായിരിക്കുന്ന ഒരു ശവസംസ്കാരം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് തരുന്ന പാഠം, പലപ്പോഴും നമുക്ക് പരസ്യമായിട്ട് കർത്താവിനെ സേവിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കാം. എന്നാൽ വെളിപ്പെടേണ്ട ഒരു സമയം കർത്താവ് നമുക്ക് വേണ്ടി വെക്കുന്നുണ്ട്. നമ്മൾ വെളിപ്പെടേണ്ട ഒരു സമയം, അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വെളിപ്പാട്. കാരണം അത് അവര് വ്യക്തമായി കർത്താവിനെ കണ്ട് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയ ബോധ്യത്തിലാണ് അവരിവിടെ വെളിപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർക്ക് അതിനുള്ള ചുറ്റുപാടുകൾ, കർത്താവിന് ഏറ്റവും മാന്യമായിരിക്കുന്ന ഒരു ശവസംസ്കാരം കൊടുക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല ചുറ്റുപാടുകൾ, അത്രയും സുഗന്ധവർഗം അവർ കൊണ്ടുവന്നെങ്കിൽ അത്രയും അവർക്ക് ചുറ്റുപാടുകൾ അവർക്ക് ഉണ്ടായിരിക്കണം. അവരത് കർത്താവിന് വേണ്ടി ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വേറെ ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ കാണുന്നത്. 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ, സ്ത്രീകൾക്ക് സഭയിൽ ശുശ്രൂഷ വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കലാപങ്ങൾ ഇന്ന് സഭാ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ഒരുക്കി തരുന്ന ഒരു പ്രത്യേക ചിത്രം
മാർത്ത മറിയുടെ കാര്യത്തിലായാലും മഗ്ദലക്കാരത്തെ മറിയുടെ കാര്യത്തിലായാലും ദൈവവചനം നൽകുന്ന ഒരു പ്രത്യേക ചിത്രം സഹോദരിമാർക്ക് കർത്താവിനോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ പ്രദർശനം അവര് കൃത്യസമയത്ത് കൃത്യമായ നിലയിൽ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം കർത്താവിനെ അടക്കി 3-ാം ദിവസം അതിരാവിലെ ഇവര് കല്ലറയ്ക്കൽ ഇരുട്ടുള്ളപ്പോൾ തന്നെ എത്തി. നമ്മളതൊക്കെ വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന വിഷയം, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. എന്നാൽ മറിയയുടെ ഹൃദയത്തെ നമ്മളവിടെ വ്യക്തമായിട്ട് കാണേണ്ടത് ആവശ്യം. വേറെ ആരും അവിടെ നമുക്കറിയാം, ഒരു സെമിത്തേരിയിലേക്ക്, ഒരു കൊലക്കളത്തിലേക്ക്, ആളുകളെ ക്രൂശിക്കുന്ന സ്ഥലം ഒരു പ്രേതഭൂമി എന്ന് നമുക്ക് മലയാള ഭാഷയിൽ പറയും. ഇന്നും പണ്ടും ശവം അടക്കുന്ന സ്ഥലം പ്രേതഭൂമി മനുഷ്യർക്ക് ഭയമുള്ള സ്ഥലമാണ്. എന്നാൽ ഈ സ്ത്രീകൾ, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം എത്തുമ്പോൾ മറ്റു സ്ത്രീകളും മറിയയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ യോഹന്നാൻ അതിന് ഊന്നൽ കൊടുക്കുന്നത് ഇവരെ മുന്നോട്ട് നയിച്ചത് ഈ മഗ്ദലക്കാരത്തി മറിയായിരുന്നു എന്നുള്ളതുകൊണ്ട്. അതായത് ഈ ടീമിന് നേതൃത്വം കൊടുത്തത് ഈ മഗ്ദലക്കാരത്തി. അവൾക്ക് കർത്താവിനോട് ഉണ്ടായിരുന്ന സ്നേഹം അവിടെയുള്ള പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഒരു തടസ്സമായിരുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നാം എത്രത്തോളം കർത്താവിനെ സേവിക്കുന്നു എന്നത് വെളിപ്പെടുന്നത് ഇങ്ങനെയുള്ള ക്രൈസിസ് സിറ്റുവേഷനിലാണ്. ഒന്ന്, പടയാളികൾ അവിടെ കാവലുണ്ട്, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ ആക്രമിക്കാം. കാരണം അവര് പുണ്യാളന്മാരൊന്നുമല്ല ഈ റോമൻ പടയാളികൾ. അവരെ ആക്രമിക്കാം. യേശുവിന്റെ ശരീരം മോഷ്ടിക്കുമെന്ന് വിചാരിച്ച് പേടിച്ചു നിൽക്കുന്ന യഹൂദ മതത്തിന്റെ ആളുകൾ അവിടെ ഉണ്ടാകാം, അവരാൽ ആക്രമിക്കപ്പെടാം. ഇതൊരു മരണഭൂമിയാണ്, ശ്മശാന ഭൂമിയാണ്. അവിടെ എന്ത് പ്രയാസങ്ങളും ഉണ്ടാകാം. എന്നാൽ ഇവർ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവിടേക്ക് പോകുന്നതിൽ നിന്ന് കർത്താവ് മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ അവളെ ഏറെ സ്നേഹിച്ചുവല്ലോ എന്ന് പറയുന്നൊരു പ്രയോഗം. അപ്പൊ കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ ഒരു തടസ്സമായി നിൽക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കർത്താവിന്റെ പ്രത്യക്ഷതകൾ, പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ പ്രത്യക്ഷതകളാണ് നമ്മളവിടെ പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ മറിയയ്ക്ക് പ്രത്യക്ഷനാകുന്നു. 1-ാം വാക്യം മുതൽ മറിയയ്ക്ക് പ്രത്യക്ഷമാകുന്നു. 1-ാം വാക്യം മുതൽ തന്നെ അതാണ്. എന്നാൽ അവിടെ ഈ മറിയയുടെ ജീവിതത്തിൽ നമ്മളിത് ധ്യാനിക്കുകയും പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ട് ഒത്തിരി വിശാലമായിട്ട് പോകുന്നില്ല. എന്നാൽ ഒരു വാക്ക്, മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഇവിടെ ശിഷ്യന്മാർ പത്രോസിനോട് യോഹന്നാനോടൊക്കെ വന്നു പറഞ്ഞു, കർത്താവ് അവിടെ ഇല്ല, ശരീരം അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും തിരിച്ച് അവിടെ വന്നിരിക്കുക. കാണുന്നില്ല ശരീരം, ഗുരുവിന്റെ ശരീരം കാണുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരയുന്നതിനിടയിൽ അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. എന്താ, അവർ ഓൾറെഡി വന്നിട്ട് പോയതല്ലേ. അവൾ കല്ലറയിൽ വ്യക്തമായിട്ട് നോക്കിയതാണ്. ആ ശരീരം അവിടെ ഇല്ല, തുണി അവിടെ ഉണ്ട്. ഇത് കണ്ടിട്ട് അവൾ പോയിട്ട് പിന്നെയും വന്ന് ഈ കരയുന്നതിനിടയിൽ കല്ലറയിലേക്ക് നോക്കുമ്പോൾ ആദ്യം വന്നപ്പോൾ ഇവള് ദൂതന്മാരെ കണ്ടില്ല. രണ്ടാമത് വന്നു കഴിയുമ്പോൾ ഇവള് ദൂതന്മാരെ കണ്ടു. 2 ദൂതന്മാർ അകത്ത് നിൽക്കുന്നു, കർത്താവ് പുറത്ത് നിൽക്കുന്നു. ഇതൊക്കെ വലിയ ആത്മീയ ചിത്രം നമുക്ക് മുമ്പിലുണ്ട്. നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആകാംക്ഷ, നമുക്ക് ഹൃദയത്തിൽ കർത്താവിനോടുള്ള ആ ഒരു വെമ്പൽ, കർത്താവിനെ കാണുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ആ ഒരു വെമ്പൽ നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. കർത്താവ് ഈ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ അന്വർത്ഥമാകുന്നത് ഇങ്ങനെയുള്ള രംഗങ്ങളിലാണ്. ആ മറിയയ്ക്ക് തനിക്ക് ലഭിച്ച രക്ഷയുടെ ബോധ്യം, അവൾക്ക് ലഭിച്ച പാപക്ഷമയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവൾക്ക് കർത്താവിന്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം പൂശേണ്ടത് ഒരാവശ്യ വിഷയമായിരുന്നു. എന്നാൽ കർത്താവിന്റെ ശരീരം അവിടെ ഇല്ലാത്തതിനാൽ അവൾ വളരെ ഭാരപ്പെട്ടു. എന്നാൽ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ കർത്താവ് അവളെ വിളിക്കുന്ന ഒരു രംഗമുണ്ട്. മറിയയെ, 16-ാം വാക്യത്തിൽ വരുമ്പോൾ മറിയയെ എന്ന് വിളിച്ചു. ഈ കർത്താവിന്റെ വിളി കേൾക്കുന്ന ഒരു പ്രത്യേക അനുഭവം. കർത്താവ് ആദ്യം സംസാരിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായില്ല, തോട്ടക്കാരൻ എന്നാണ് വിചാരിച്ചത്. എന്നാൽ മറിയയെ എന്നുള്ള വിളി, ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കേണ്ട ഒരു വിളിയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശബ്ദം ഹൃദ്യമായ നിലയിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട സമയത്ത് ഈ അനുഭവം പലപ്പോഴും ഉണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ ഈ കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇന്ന് മറിയെ വിളിക്കുന്നതിൽ ആക്ഷരികമായിട്ട് നേരിട്ട് വന്ന് കർത്താവ് വിളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് കർത്താവ് ഹൃദ്യമായ നിലയിൽ സംസാരിക്കും. അപ്പോൾ അവൾ ചോദിക്കുന്ന വിഷയം, അവൾ കർത്താവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മറിയെ എന്ന് വിളിച്ചു. പിന്നെ അവൾ ഓടി ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്ന് സാക്ഷ്യം പറഞ്ഞു. ഇത് നമുക്ക് സുവിശേഷ വേലയിൽ നമുക്കുള്ള ഉത്തരവാദിത്വം തരുന്ന ഒരു വിഷയമാണ്. കർത്താവിനെ വാസ്തവമായി കണ്ടുവെങ്കിൽ സുവിശേഷ വേലയിൽ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് പറയുവാൻ നമ്മൾ ബാധ്യസ്ഥർ എന്നുള്ളത് അത് നമ്മുടെ കടമയാണ്. എന്നാൽ മറിയെ സംബന്ധിച്ച് അതൊരു കടമയായിരുന്നില്ല, അത് അവളുടെ ജീവനായിരുന്നു. ശമര്യക്കാരി സ്ത്രീയും കർത്താവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന്, അവളോട് പറയാനൊന്നും കർത്താവ് പറഞ്ഞില്ല, പക്ഷെ അവൾ ഓടിച്ചെന്ന് പറഞ്ഞു,
ഞാൻ ഒരു പ്രവാചകനെ ഞാൻ കണ്ടിരിക്കുന്നു, നിങ്ങൾ വന്ന് കാണുകയും. മറ്റുള്ളവർക്ക് കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ അനുഭവം ഉള്ളവർക്ക് ഹൃദ്യമായി അനുഭവിക്കുവാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ രണ്ട് പ്രത്യക്ഷത കൂടി കാണുന്നുണ്ട്. അത് ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലാണ്. 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ ശിഷ്യന്മാർക്ക്, 11 ശിഷ്യന്മാർക്ക് കർത്താവ് വെളിപ്പെടുന്നു. നമ്മൾ ആ രംഗമൊക്കെ വായിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. ആദ്യത്തെ സന്ദർഭത്തിൽ തോമസ് അവിടെ ഇല്ലായിരുന്നു. രണ്ടാമത്തെ സന്ദർഭത്തിൽ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ തോമസ് ഉള്ള സമയത്ത് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ പ്രത്യക്ഷതയിൽ കർത്താവ് വ്യക്തമാക്കിയ ഒരു വിഷയം, തോമസ് പറയുന്നൊരു വാക്കുണ്ട് 28-ാം വാക്യത്തില്, 20-ാം അധ്യായം 28-ാം വാക്യം, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. ഇതാണ് കർത്താവിന്റെ ഈ പുനരുദ്ധാനത്തിന്റെയും മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും റിസൾട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകേണ്ട പ്രതിഫലനം ഈ വിഷയമാണ്. എന്റെ ദൈവവും എന്റെ കർത്താവുമായുള്ളവേ. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പൂർണ്ണമായി തനിക്കൊരു ആദ്യ സംശയം വന്നു, ഞാൻ കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ല, കർത്താവിൽ വിശ്വസിച്ചില്ല എന്നല്ല അതിന്റെ ആശയം. തോമസും കർത്താവിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. എന്നാൽ ഇവിടെ ഈ വാക്ക് യോഹന്നാൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതിനൊരു കാരണമുണ്ട്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് പുനരുദ്ധാനം ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് ഈ യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് അംഗീകരിക്കുന്നതിൽ കൂടിയാണ് രക്ഷ മനുഷ്യന് സാധ്യമാകുന്നത്. അതൊരൊറ്റ വാക്കിൽ അവിടെ പറഞ്ഞു. കർത്താവ് താഴെ പറയുന്ന വാക്ക് അത് ക്ലിയർ ആണ്. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ. എങ്ങനെ വിശ്വസിച്ചവർ? ഇങ്ങനെ വിശ്വസിച്ചവർ, എന്റെ ദൈവവും എന്റെ കർത്താവുമേ എന്ന് എന്നെ കാണാതെ വിശ്വസിച്ചവർ നിന്നിലും ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അവരെ അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരാണെന്നുള്ള ആശയം നമ്മൾ മനസ്സിലാക്കി. കർത്താവ് അവനോട് പറയുന്ന വിഷയം, യോഹന്നാൻ അത് രേഖപ്പെടുത്തുന്നതിലൂടെയുള്ള വിഷയം, നമ്മൾ വിശ്വാസത്താൽ യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് അംഗീകരിക്കുമ്പോൾ ഭാഗ്യവാന്മാരായി തീരുന്നു എന്നുള്ള സന്ദേശം. അതിന്റെ മാഹാത്മ്യമാണ് യോഹന്നാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. 30-31 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് എഴുതിയാൽ തീരുകയില്ല എന്ന് പറഞ്ഞ് ആ വിഷയം യോഹന്നാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ഇരിക്കുന്നത്. 21-ാം അധ്യായത്തിൽ ശിഷ്യന്മാര് കർത്താവ് പോയി കഴിഞ്ഞപ്പോൾ, പുനരുദ്ധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്തു? മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. ഇത് നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഗുരുവില്ല, എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല. അവർക്ക് അറിയാവുന്ന പണി മീൻപിടുത്തമാണ്. അവർ മീൻ പിടിക്കാൻ പോയി, എന്നാൽ അവർക്ക് കിട്ടിയില്ല. അതിൽ നിന്ന് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു പാഠം. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചു കഴിയുമ്പോൾ പരാജയപ്പെടും. അവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ് 21-ാം അധ്യായം. 15 മുതൽ ഉള്ള വാക്യങ്ങൾ അത് മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. 15-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പത്രോസിനോട് കർത്താവ് പറയുന്ന ഒരു വിഷയമാണ്, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. 16-ാം വാക്യത്തിൽ എന്റെ ആടുകളെ പാലിക്കാം. 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എന്റെ ആടുകളെ മേയ്ക്കാം. ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ ഇടയനായിട്ട്, നമ്മളെ കൂട്ടുമൂപ്പൻ എന്ന് നമ്മൾ പത്രോസ് തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. സഭയ്ക്കുള്ള പരിപാലന ശുശ്രൂഷ കൃപാവരം കർത്താവ് കൊടുക്കുമ്പോൾ പത്രോസിനെയാണ് ആദ്യം ഈ കാര്യം ഏൽപ്പിക്കുന്നത്. അതില് 3 പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ പുതുതായി വിശ്വാസത്തിൽ വരുന്ന ആളുകളെ മേയ്ക്കണം. പരിപാലിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശിക്ഷണമൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് പരിപാലനം. മേയ്ക്കുക എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കുക എന്നുള്ള ആശയമാണ്. അപ്പോൾ കർത്താവ് പത്രോസിന് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എവിടെയാ അവരാകെപ്പാടെ ചഞ്ചലപ്പെട്ടു, ഇനി മുന്നോട്ടൊരു സ്റ്റെപ്പും ഇല്ല എന്ന് ചിന്തിച്ചെടുത്ത് കർത്താവ് അവർക്ക് വേണ്ടി കരുതി. അവര് കടൽക്കരയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും അവർക്ക് ആഹാരം ഒരുക്കി വെച്ച് കർത്താവ് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ചില ചോദ്യങ്ങൾ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ കർത്താവ് പത്രോസിൽ നിന്ന് ചില പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്ത് പ്രതികരണമാണ്? കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് പുറത്തു പോയി പൊട്ടിക്കരഞ്ഞു, അത് വാസ്തവമായിട്ടുള്ള കരച്ചിലാണോ എന്നത് കർത്താവ് ഇവിടെ പത്രോസിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പത്രോസ് പറയും, കർത്താവ് എനിക്ക് ഇതിനോട് പ്രിയമുണ്ട്. 2 പ്രാവശ്യം 3 പ്രാവശ്യം കർത്താവ് നീ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ അറിയുന്ന ദൈവം. നമ്മൾ സദൃശവാക്യങ്ങളും സഭാപ്രസംഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയത്തെ ആരായുന്ന ദൈവം. അപ്പോൾ പത്രോസ്, ഹൃദയത്തെ ആരായുന്ന പത്രോസിന്റെ ഹൃദയഭാവത്തെ കർത്താവ് മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്ന ഉത്തരവാദിത്വം, ഒന്ന്, നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. പുതുതായി വിശ്വാസത്തിൽ വരുന്ന ആളുകളെ പോഷിപ്പിക്കുന്ന, കരുതുന്ന, ആഹാരം കൊടുത്ത് സ്നേഹിച്ച് കൂടെ നടക്കുന്ന ഒരു അനുഭവമാണ് ഇടയന്മാരുടെ ഒന്നാമത്തെ ശുശ്രൂഷ. കർത്താവ് രക്ഷയുടെ മാർഗമൊരുക്കി
വിശ്വസിക്കുന്ന ആളുകളെ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ഉൾപ്പെടുന്ന ടീമിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. പറയുന്ന പെന്തക്കോസ്തലനാണ് ഈ പ്രവൃത്തി ആരംഭിക്കുന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ കർത്താവ് കൃത്യമായിട്ട് പത്രോസിന് വേണ്ട ഡയറക്ഷൻ കൊടുക്കുകയാണ്. പുതുതായി വിശ്വാസത്തിൽ വരുന്ന ആളുകളെ, എന്നിൽ വിശ്വസിക്കുന്ന കുഞ്ഞാടുകളെ മേയ്ക്കണം. വിശ്വാസികളായിരിക്കും നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം ഈ മേയ്ക്കലാണ്. അവർക്ക് ആഹാരം കൊടുത്ത് കരുതി സ്നേഹിച്ച് വളരുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു രംഗം. ഇതാണ് ആവശ്യം. ഇന്ന് നമ്മുടെ സഭകളിൽ അന്യം നിന്ന് പോയേക്കുന്ന ഒരു കാര്യം ഇതാ. നമ്മുടെ ഇടയ്ക്ക് പരിപാലകർ വളരെ കുറവാണ്, ഭരണക്കാരാണ് കൂടുതലും. അതാണ് നമ്മുടെ സഭകളൊക്കെ ക്ഷീണിക്കുവാനായിട്ടുള്ള കാരണം. എന്നാൽ മൂപ്പന്മാരെ കുറിച്ച്, ശുശ്രൂഷകന്മാരെ കുറിച്ച്, ഓരോ വിശ്വാസികളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവരുടെ ജൂനിയേഴ്സ് ആയിട്ട് വരുന്ന പുതിയ വിശ്വാസികളെ കരുതി അവരെ മേയ്ക്കുന്ന ഒരു അനുഭവം അവർക്ക് ഉണ്ടാകണം. എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞാൽ വളർച്ച എത്തി ഒരു പക്വതയിലേക്ക് വന്ന വിശ്വാസികളെ ഭരിക്കണം, നയിക്കണം, പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കണം. എന്നിട്ട് 18-ാം വാക്യത്തിൽ വരുമ്പോൾ വായിക്കണം, എൻ്റെ ആടുകളെ മേയ്ക്കുക. അപ്പൊ ആടുകളെ ഭരിക്കുക മാത്രമല്ല, ആടുകളെ മേയ്ക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു ഇടയന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു വിശ്വാസി വിശ്വാസത്തിൽ വരുന്നത് മുതൽ അവൻ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നത് വരെ അവനെ മേയ്ക്കുകയും അവന് വേണ്ട ആത്മീക പോഷണം കൊടുക്കുകയും അവനെ പാലിക്കുകയും അവനെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം വിശ്വാസികൾക്കുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. എന്നിട്ട് അവസാനം പത്രോസിനോട് 18-ാം വാക്യത്തിൽ പറയും, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഉള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതും അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ യോഹന്നാൻ പറയുകയാണ് അടുത്ത വാക്യത്തില്, അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ വേല തികച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്ന ഒരു അനുഗ്രഹീതമായ അവസ്ഥ കർത്താവ് തന്റെ ദാസന്മാർക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ഇനി ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ഇതിൽ ആര് യോഹന്നാനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ പറയുന്ന വിഷയം, ഇവൻ ഞാൻ വരുവോളം ഇരുന്നാൽ നിനക്കെന്താ പ്രയാസം നോക്കുക, അതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. അവിടെ കർത്താവ് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ കർത്താവിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നിർണയത്തിൽ കർത്താവിന്റെ തീരുമാനത്തിൽ ഇരിക്കുന്ന വിഷയമാണ് നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. അപ്പൊ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ള വിഷയം പറഞ്ഞു വന്ന് കൺക്ലൂഡ് ചെയ്ത് രക്ഷാപദ്ധതിയെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് അവിടെ യൂത ഒറ്റിക്കൊടുത്തതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ യേശുക്രിസ്തു തന്നെ പിടിക്കുവാനായിട്ട് വരുന്നവർക്ക് മുമ്പിൽ വെളിപ്പെടുന്നതായിട്ട് കാണിച്ചു. ദൈവം അല്ലെ ദൈവപുത്രൻ തന്നെത്താൻ യാഗമാക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിത്രത്തെ കാണിച്ചിട്ട് ഉടനെ പെസഹ കുഞ്ഞാടിന്റെ ആ പെസഹയുടെ ഒരുക്ക നാളാണെന്ന് പറഞ്ഞുകൊണ്ട് പെസഹ കുഞ്ഞാടാണ് എന്നുള്ള ആ സാക്ഷ്യത്തെ എടുത്തു കാണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട്. യോഹന്നാൻ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. പൗലോസ് അപ്പോസ്തലൻ പറയാ ആ പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അപ്പോൾ ഈ യാഗം, യേശുക്രിസ്തുവിന്റെ യാഗം പാപത്തിന് പരിഹാരം വരുത്തുന്നു എന്നുള്ളത് തന്നെ പരിഹാരം വരുത്തപ്പെടുന്ന ആളുകൾക്ക് കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന, അതായത് വിശ്വസിക്കുന്ന എല്ലാവരെയും കരുതുവാനും സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ഈ മുതിർന്ന വിശ്വാസികളിൽ കൂടിയാണ്. അത് സഭയിലെ ശുശ്രൂഷകന്മാരുണ്ട്, പക്വമതികളായ വിശ്വാസികളുണ്ട്, പക്വത പ്രാപിച്ച വിശ്വാസികളുണ്ട്. ഇവരുടെ ഒക്കെ ഉത്തരവാദിത്വമായിട്ട് നിൽക്കുക. അപ്പോൾ നാം നമ്മുടെ പ്രവാസ ജീവിതം, ഈ ഭൂമി ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം, ഞാനൊരു ചെറിയ സഭയിലാണ്, എനിക്ക് സഭയിൽ വലിയ ശുശ്രൂഷയൊന്നും ഇല്ല എന്ന് ചിന്തിച്ച് കയ്യും കെട്ടി ഇരിക്കാതെ നമ്മൾ ചെയ്യേണ്ട വിഷയം, ഈ കർത്താവിന് നമ്മൾക്കൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. പുതുതായി വിശ്വാസത്തിൽ വരുന്ന വ്യക്തികളെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്ന വ്യക്തികളെ പാലിക്കുകയും മേയ്ക്കുക. ചിലപ്പോൾ മൂപ്പന്മാരുടെ ശ്രദ്ധയിൽ അവരുടെ വീഴ്ച പെട്ടിട്ടുണ്ടാകത്തില്ല, അവർ വീണുപോയെന്നും മൂപ്പന്മാർ അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. അറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അവർക്ക് ഇടപെടാൻ പറ്റത്തില്ല. എന്നാൽ അവരെ സ്നേഹിക്കുന്ന, അവരുമായിട്ട് ഇടപെടുന്ന വിശ്വാസികൾക്ക് അവരെ റെസ്റ്റോർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുവാനായിട്ട് കഴിയും. അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയം. അതുകൊണ്ടാണ് ഒന്ന് തള്ളി പറഞ്ഞ പത്രോസിനെ ഒന്നല്ല 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. നമുക്കറിയാം 3 പ്രാവശ്യം തള്ളി പറഞ്ഞ് അവനെ അന്നേരം പുറത്ത് കളയണം. അത് കർത്താവ് എന്ത് ചെയ്തു? നീ തള്ളിക്കളഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു വരണം. എന്തിനാണെന്നറിയാമോ? ഈ വിശ്വാസികളുടെ ജീവിതത്തിൽ പിന്മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ അവനെ അവിശ്വാസിയെന്നോ പിന്മാറ്റക്കാരെന്നോ പറഞ്ഞ് തള്ളിക്കളയും. എന്നാൽ ഈ പത്രോസിന്റെ ജീവിതത്തില് ഈ പിന്മാറ്റം ഉണ്ടായതുകൊണ്ട്, പിന്മാറ്റം എന്തുകൊണ്ടുണ്ടാകുന്നു, പിന്മാറ്റത്തിന്റെ ഫലം എന്താണ്, പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരേണ്ടത് ആവശ്യമാണ് എന്നുള്ള ചിന്ത ഈ ആദ്യത്തെ മൂപ്പനിൽ ഉണ്ട്. സഭാ ശുശ്രൂഷകരായിരിക്കുന്ന സുവിശേഷകന്മാരും മൂപ്പന്മാരും ഉപദേഷ്ടകന്മാരുമായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കേണ്ട വിഷയം, നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പിന്മാറ്റത്തിന്റെ അനുഭവം ദൈവം തരുന്നത് വിശ്വാസത്തിൽ വീണു പോകുന്ന വിശ്വാസികളെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തില. അവരെ പുറത്താക്കി കളയുവാനായിട്ടല്ല,
അങ്ങനെയാണെങ്കിൽ പത്രോസിനൊക്കെ എന്നെ പുറത്താക്കണം, കർത്താവ് ആകെപ്പാടെ യൂതയെക്കുറിച്ച് ആ നാശയോഗ്യന അല്ലാതെ ആരും എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളിൽ ആരും നഷ്ടപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നതുമില്ല. അതുകൊണ്ട് ഒരു വിശ്വാസിയും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്ന ഇടയാകാതെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് കർത്താവ് ഒരുക്കിയ രക്ഷാപദ്ധതിയുടെ മഹത്വം. യോഹന്നാൻ 1-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ യോഹന്നാൻ ഇങ്ങനെ വരച്ചു കൊണ്ടുവന്ന് കാണിച്ച ചിത്രമാണ് യേശു ക്രിസ്തു നിത്യദൈവം. അവൻ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്ന് പെസഹ കുഞ്ഞാടായി മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഒരുക്കി. ആ ഒരുക്കപ്പെട്ട പരിഹാരം വിശ്വാസത്താൽ എന്റെ ദൈവവും എന്റെ കർത്താവുമേ എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നതിൽ കൂടെ അവൻ ഭാഗ്യവാനായി തീരുന്നു. അങ്ങനെ അംഗീകരിക്കുന്ന വ്യക്തികളെ വിശ്വാസത്തിൽ പരിശീലനം നൽകി, കരുതി, പോഷണം നൽകി, വീണു പോകുമ്പോൾ താങ്ങി നിർത്തി നല്ല പരിപാലകരായിട്ടിരിക്കുവാൻ മുതിർന്ന വിശ്വാസികളെ കുറിച്ച്, സഭാ ശുശ്രൂഷരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ ഒരു വാക്കോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു വാക്കും വായിക്കുന്നുണ്ട്, നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. നമ്മൾ ഉപേക്ഷയെ വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വാക്യം വായിച്ചു വിടും. അടുത്ത വാക്യത്തില് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ കാണാം, ഈ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സഭാ മീറ്റിങ്ങിന് പോകാതിരിക്കുന്നതല്ല. അടുത്ത വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും, ദൈവം സഭയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ചെയ്യാതിരിക്കരുത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാതെ പ്രാർത്ഥനാ മീറ്റിംഗ് പോകാതിരിക്കുന്നതോ ആരാധനയ്ക്ക് പോകാതിരിക്കുന്നതോ സുവിശേഷ വേലയ്ക്ക് പോകാതിരിക്കുന്നതോ അല്ല സഭായോഗങ്ങളുടെ ഉപേക്ഷ എന്ന് പറയുന്നത്. അടുത്തത് അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീകമായി ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കൃപാവരമെങ്കിലും കർത്താവ് നമുക്ക് തരുമ്പോൾ, കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ 1 കൊരിന്ത്യർ 12 പറയുമ്പോൾ മാനം കുറഞ്ഞ അവയവങ്ങൾക്കും മാനം കൂടിയ അവയവങ്ങൾക്കും ദൈവം സഭയിൽ സജീവ പങ്കാളിത്തം കൊടുക്കുന്നത്. അവരുടേതായ പങ്കാളിത്തമുണ്ട്, അത് നിറവേറ്റണമെന്നാണ്. അപ്പോൾ ഈ രക്ഷയിൽ കർത്താവ് ഈ സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സഹവിശ്വാസികളെ കരുതുവാനും അവർ തെറ്റിപ്പോകുമ്പോൾ നേരായ പാതയിൽ പരിപാലിച്ച് നടത്തുവാനും ദൈവം പക്വതയുള്ള മുതിർന്നുള്ള വിശ്വാസികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ഈ രംഗത്തൊക്കെ എവിടെയാണ് എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ.